ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ചെറിയൊരു കൺവേർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ ലെക്സസ് കിറ്റിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ അധികം വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതിൽ വരുന്നത് നമ്മൾ ഗ്രില്ല് ചേഞ്ച് ആവുന്നുണ്ട്, അതോടൊപ്പം തന്നെ ബമ്പർ ചേഞ്ച് ആവുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ആകെ ചേഞ്ചസ് വരുന്ന ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളിത് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കസ്റ്റമറെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മളത് ഇതാണെന്നുള്ളത് ഓർപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ റിയർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ വളരെ ചെറിയ ചേഞ്ചസ്, അതായത് റിയർ ബമ്പർ മാത്രമാണ് നമുക്ക് മാറുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പോയി ഫിറ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. അതിൽ ബമ്പർ മാത്രമാണ് നമുക്ക് കിറ്റിൽ നമുക്ക് ചേഞ്ചസ് വരുന്നത്. നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം കാണാം ഇത് എങ്ങനെ ഉണ്ടാവും. നമ്മളൊരു കൺവേർഷൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം കാണാം. പറഞ്ഞിരുന്നു, ഇതിൻ്റെ ബിഫോർ വീഡിയോ നമ്മൾ എടുത്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് നമ്മൾ സിൽവർ കളർ വെഹിക്കിളാണ്, ബ്ലാക്ക് മെറ്റാലിക്കലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ലെക്സസ് കിറ്റും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ലെക്സസ് കിറ്റിൽ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് അതിൻ്റെ ബമ്പറാണ് വരുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രില്ല്. അതാണ് അതിൻ്റെ ലെക്സസ് കിറ്റ് എന്നുള്ളതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ വരുന്നത് ആ ഗ്രില്ല് തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ DRLs കാണാം, രണ്ട് സൈഡിലായിട്ടും വരുന്നുണ്ട്. അതേപോലെ നമ്മൾ റിയർ സൈഡിലേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വരുന്നൊരു ചേഞ്ചസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ റിയർ ബമ്പറിന് താഴെ വരുന്ന ഈ സ്കേർട്ടാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് അതിൽ വരുന്ന LED ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ കാണാം നമുക്ക് ആ ക്രോം ഫിനിഷിലുള്ള നമ്മളെ ഡിഫ്യൂസർ മോഡലിലൊരു ക്രോം ഫിനിഷിങ് നമുക്ക് അതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്കേർട്ടിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി റിയർ സൈഡിൽ യാതൊരുവിധ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മുടെ ആ കളറാണ് മെറ്റാലിക് ബ്ലാക്ക് എന്നുള്ള കളറിലാണ് നമ്മളത് ഫുൾ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓൺ റോഡിൽ ചെയ്ത വണ്ടിയാണ്. ഞാനിവരുടെ യൂട്യൂബ് വഴിയൊക്കെ ഈ സംഭവം കണ്ടിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചാണ് ഇവിടെ കൊണ്ട് കൊടുത്തത്. അവരൊരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ റെഡിയാക്കി തന്നു. ഞാനിതിന് സന്തുഷ്ടനാണ്. വണ്ടി യഥാർത്ഥത്തിൽ സിൽവർ കളറായിരുന്നു, അതിനെ ഈ ഇതിലോട്ട് മാറ്റിയതാണ്. അവരുടെ വർക്കെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്, ഒന്നും പറയാനില്ല.